ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൃഥ്വിരാജിൻ്റെ പോസ്റ്റിനെ കുറിച്ചാണ്. പൃഥ്വിരാജ് ഒരു ചിത്രം എടുത്ത് അതിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെകുത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെകുത്താൻ ഈ ലോകത്തിൽ ഇപ്പോൾ നിലനിൽപ്പില്ല എന്ന് സമൂഹത്തിനോട് വിശ്വസിപ്പിക്കുക എന്നതാണ് ചെകുത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്നതാണ് അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം പുള്ളി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെകുത്താൻ, അതായത് ഇതിൽ എമ്പുരാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇനി റിലീസാവൂല, അല്ലെങ്കിൽ സിനിമ റിലീസാവൂല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഇവർ പ്രയോഗിച്ച ട്രിക്ക് എന്നാണ് പൃഥ്വിരാജ് ഈ പോസ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ? സത്യത്തിൽ ലൈക്ക എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി എമ്പുരാനെ കളഞ്ഞ സമയത്ത് 5 ദിവസം കൊണ്ട് ഉറക്കമില്ലാതെ അലച്ച്, അത് പൃഥ്വിരാജ് അല്ല അത് ചെയ്തത്, ആന്റണി പെരുമ്പാവൂർ ആയിരിക്കും. ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു ഇതിലാണ് ഈ ഒരു ഇപ്പം തന്നെ ഗോകുലം ഫിലിംസ് അത് എടുത്തിരിക്കുന്നത്. അപ്പം അത്രയും അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിച്ച് ഇന്നലെ രാത്രി 12 മണി ആയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ 12:30 ആയപ്പോഴത്തേക്കുമാണ് അതിൻ്റെ എഗ്രിമെൻ്റ് ഒപ്പിട്ടത്. അതിനുശേഷമാണ് പൃഥ്വിരാജ് ഒരു പോസിറ്റീവായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ചെകുത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം, ചെകുത്താൻ ഈ ലോകത്തിൽ നിലനിൽപ്പില്ല എന്ന് സമൂഹത്തിനെ വിശ്വസിപ്പിക്കുന്നതാണ്. അത് ഇടമണി ശരിയാണെന്ന്. പിന്നെ എമ്പുരാൻ എന്തായാലും 27-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എല്ലാ വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി തന്നെ എമ്പുരാൻ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവരും റിലീസ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 27-ന് തന്നെ റിലീസ് ചെയ്യും. 2-3 വീഡിയോസിന് മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 27-ാം തീയതി തന്നെ റിലീസ് ചെയ്യും. കാരണം 27-ാം തീയതി റിലീസ് ചെയ്താൽ പറ്റുള്ളൂ. കാരണം പിന്നെ മെയ് മാസത്തിലൊന്നും റിലീസിന് വയ്ക്കാൻ പറ്റൂല. അപ്പം ഈ സിനിമയിലെ ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് പൃഥ്വിരാജ് പറയേണ്ട ഈ ഒരു മാസ ഡയലോഗായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ചെകുത്താൻ മാറിയെന്നല്ല, ചെകുത്താനെ കളഞ്ഞിട്ട് പോയ മാലാഖയ്ക്ക്, പുതിയൊരു മാലാഖയെ കണ്ടുപിടിക്കാൻ വേണ്ടി തേടി ഇറങ്ങി നടന്നപ്പോഴത്തേക്കും ചെകുത്താൻ ഇപ്പം വെളിയിലോട്ട് വരാൻ സാധിച്ചു. ചെകുത്താൻ വെളിയിൽ വരാൻ വേണ്ടി പല ആൾക്കാരുടെയും കാല് പിടിക്കേണ്ടി വന്നു എന്നാണ് കേൾക്കുന്നത്. ഹോംബാലെ പോലുള്ള വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ പോലും ഇതൊന്നും ഏറ്റെടുത്തിട്ടില്ല. അപ്പം ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക പ്രൊഡക്ഷൻസ് എന്തുകൊണ്ടാണ് എമ്പുരാനെ വേണ്ടെന്ന് വെച്ചത്. ഇപ്പം സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞാൽ, ലൈക്ക എന്ന് പറഞ്ഞ കമ്പനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എമ്പുരാനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം എമ്പുരാൻ്റെ എല്ലാ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ കോസ്റ്റും അവർ മൊത്തം ചിലവാക്കിയതാണ്. കാരണം ഇനി അതിന് ചിലവാക്കാൻ ഒന്നുമില്ല. അതിൻ്റെ ഇത് വന്നു കഴിഞ്ഞു, അതിൻ്റെ ഔട്ട്പുട്ട് വെളിയിൽ വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും ചെയ്ത ലൈക്കയ്ക്ക് ഇനി ഇതിൻ്റെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്ക് പൈസ ഇല്ല, അതുകൊണ്ട് അവർ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എത്ര അർത്ഥമുണ്ട് എന്നറിയില്ല. അപ്പം നമ്മൾ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ റൈറ്റ്സ്, ഇൻ്റർനാഷണൽ റൈറ്റ്സ്, അതായത് ഇന്ത്യ വിട്ടുള്ള റൈറ്റ്സ് ഒരു ഡിസ്ട്രിബ്യൂട്ടർമാർ ഏറ്റെടുക്കുന്നില്ല ലൈക്കയുടെ പേരുള്ളത് കൊണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതുമല്ല, ഇന്ന് കാര്യം വെളി വന്നിട്ടുണ്ട്. എന്നാണ് കാര്യം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് വെളി വന്നിട്ടില്ലെങ്കിൽ അതല്ല കാര്യം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും ഒരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമ്പുരാൻ്റെ ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം ലൈക്കയ്ക്ക് ആത്മവിശ്വാസം തോന്നുന്നില്ല എന്നതുകൊണ്ട് ലൈക്ക ഉപേക്ഷിച്ചു എന്നാണ് അറിയുന്നത്. അതിന് അവർ താങ്ങായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എമ്പുരാനെ വിശ്വസിച്ച ഗോകുലം ഗോപാലൻ സാറിന് നന്ദിയെന്ന്. അതായത് എമ്പുരാനെ ഗോകുലം ഗോപാലൻ സാർ വിശ്വസിച്ചത് കൊണ്ടാണ് ഗോകുലം ഗോപാലൻ അത് ഏറ്റെടുത്തത്. അപ്പോൾ അതിനർത്ഥം ലൈക്ക അവരെ വിശ്വസിച്ചില്ല എന്നാണ് ഒരു ഭാഗം പറയുന്നത്. അപ്പം അങ്ങനെയാണോ? അതായത് എമ്പുരാൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ സത്യം പറയുന്നത്, എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മാസാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ തണുത്ത രാജ്യങ്ങളിലിടുന്ന ഫോട്ടോ ഇട്ട് ഒരു തോക്കുമായിട്ട് കട്ടത്താടിയിൽ ഇടയ്ക്ക് നരച്ച മുടിയുമായിട്ട് വരുന്ന ലാലേട്ടനെ കാണുമ്പോൾ മാസം തോന്നുന്നില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മുണ്ടെടുത്ത ലാലേട്ടനെ കാണാൻ സാധിക്കും. ആ ഒരു സമയത്തുള്ള നമുക്ക് രോമാഞ്ചം കിട്ടുമായിരിക്കും, അത് ലൂസിഫറിൽ കിട്ടിയതുപോലെ. അല്ലാതെ ഇതിനകത്തുള്ള ഈ കോട്ടും ഹെലികോപ്റ്ററൊന്നും കണ്ടിട്ട് മോഹൻലാലിൻ്റെ മാസ് എനിക്ക് തോന്നിയിട്ടില്ല. അത് എത്ര ആരാധകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇതുവരെ ഒരു മോഹൻലാലിനും കോട്ട് സൂട്ടിട്ട് ഒരു മോഹൻലാലിൻ്റെ മാസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തുറന്നു പറയാമല്ലോ, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മുണ്ടെടുത്ത് മീശ പിരിക്കുക, അതാണ് മോഹൻലാലിൻ്റെ സ്റ്റൈൽ. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ആ ശൈലി മാറ്റി നമ്മളിപ്പോൾ സാഗർ എലിയസ് ജാക്കിന് കണ്ടതാണ് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നത് എങ്ങനെയാണെന്ന്. അല്ലാതെ ഏത് സിനിമയിലാണ് മോഹൻലാൽ മാസ് കാണിച്ചിട്ടുള്ളത് കോട്ടിട്ട്? അത് പോട്ടെ. ഇപ്പം ഇതിൻ്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ഈ ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇമേജുകൾ നമ്മൾ വെളി വന്നിട്ടുണ്ട്. കോട്ടൊക്കെ ഇട്ട് ഹെലികോപ്റ്ററിനകത്ത്, ഇതൊക്കെ എന്തോന്ന് മാസ്! ഇതൊക്കെ 1950 തമിഴ്നാട്ടിൽ തമിഴ് സൂപ്പർ സ്റ്റാർ നടത്തി കഴിഞ്ഞ മാസമാണിത്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണും.
ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചിത്രങ്ങളായിരിക്കും ലൂസിഫറിൽ നിന്ന് വെളിയിൽ വന്നത്. എനിക്കത് തോന്നിയിട്ടില്ല. അതിനകത്ത് ഒരു സീനിൽ പോലും മോഹൻലാലിൻ്റെ മാസ് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി സിനിമ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഇത് വെളിയില്ല. കാരണം ലൈക്ക് പോലും അത് ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം ഊഹിച്ചെടുക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മാന്യമായ ഭാഷയിൽ ഇടാം. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. ഈ സിനിമയ്ക്ക് എല്ലായിടത്തും പോസിറ്റീവ് അല്ലേ കിട്ടുന്നത്, കുറച്ചൊക്കെ നെഗറ്റീവ് വേണോടെ. അപ്പം നമുക്ക് തോന്നിയ കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.